ഗൈസ്, വെൽക്കം ടു സൈലം ലേണിംഗ്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റി ധാരാവൈദ്യുതി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സാമുമായിട്ടാണ്. അപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ കുട്ടികളും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ ക്വസ്റ്റ്യൻസ് ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടേതായ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണം, ആൻസർ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് അതിൻ്റെ കൂടെ നോട്ട് ചെയ്യുക. എന്നിട്ട് ഇന്നത്തെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണെടാ, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് കിട്ടിയ ടോട്ടൽ മാർക്ക് ഓൺ 20 എന്ത് ചെയ്യണം, കമന്റ് ആയിട്ട് അറിയിക്കണം. സോ അത് കണ്ടിട്ട് ഞാൻ സംതൃപ്തി അടങ്ങട്ടെ എന്ന് വിചാരിക്കുന്നു. സോ നോക്കാം നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയോ. റീഡ് ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ്. ഒന്നാമത്തെ ജോഡി വായിച്ചിട്ട് രണ്ടാമത്തേത് പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, പ്രഷർ തന്നിട്ടുണ്ട്, അതിന്റെ യൂണിറ്റ് പാസ്കൽ തന്നിട്ടുണ്ട്. സോ ചാർജിന്റെ യൂണിറ്റ് എന്താണെടാ, ചാർജിന്റെ യൂണിറ്റ് നമുക്കറിയാം കൂളോം ആണ് അല്ലേ, കൂളോം ആണ്, കൂളം അല്ലേ, കൂളോം നമുക്ക് അറിയുന്ന കാര്യമാണ്. നെക്സ്റ്റ് ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് തന്നിട്ടുണ്ട്. കറണ്ടിന്റെ യൂണിറ്റ് എന്താണെടാ, കറണ്ടിന്റെ യൂണിറ്റ് ആണ് ആംപെയർ അല്ലെ, ആംപെയർ, ആംപെയർ. നെക്സ്റ്റ് വൺ മാസിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം. റെസിസ്റ്റൻസ് പ്രതിരോധത്തിന്റെ യൂണിറ്റ് നമുക്കറിയാം ഓം ആണ് അല്ലേ, OHM അല്ലേ, ഇങ്ങനെ നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ ആണ് നോക്കേണ്ടത്, എന്നിട്ട് ആൻസർ നോക്കുക. എന്നിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം ഞാൻ എഴുതിയിലോട്ട് നോക്കിയാൽ മതി കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നോക്കിയോ. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ ശരിയായ രീതി ഏത്, ശരിയായത് കറക്റ്റ് വൺ ഏതാണെന്ന് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്, ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്, സെല്ലുണ്ട്, വോൾട്ട്മീറ്റർ ഉണ്ട്, ബൾബ് ഉണ്ട് അല്ലെ, വയറും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്ന മക്കളെ, വോൾട്ട്മീറ്റർ ശരിയായ രീതിയിൽ എവിടെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. വോൾട്ട്മീറ്റർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, വോൾട്ടേജ് മെഷർ ചെയ്യാൻ, വോൾട്ടേജ് അളക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇതിൽ ഏതാണ് കറക്റ്റ് പേർ എന്ന് ചോദിച്ചാൽ എൻ്റെ കുട്ടികൾ എഴുതണം ഫസ്റ്റ് വൺ ആണ്. കാരണം ചോദിച്ചാൽ എഴുതിക്കോളൂ. വോൾട്ട് മീറ്റർ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണടാ, ആ സർക്യൂട്ടിന് പാരലലായിട്ട് ഫേസ് ടു ഫേസ് ആയിട്ട് വേണം, സമാന്തരമായിട്ട് വേണം കണക്ട് ചെയ്യാൻ. അതാണ് നിങ്ങളുടെ മുന്നിലോട്ട് വരേണ്ട പോയിന്റ്. ഇപ്പൊ രണ്ടാമത്തെ കേസിൽ നോക്കിയോ, ഇത് സീരീസ് ആയിട്ടാണ് അല്ലെ, ശ്രേണി രീതിയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. വോൾട്ട് മീറ്ററിനെ ഒരിക്കലും നമുക്ക് ശ്രേണി രീതിയിൽ കണക്ട് ചെയ്യാൻ പാടില്ല. എന്തിനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അമ്മീറ്ററിനെയാണ് നമ്മൾ ശ്രേണി രീതി അല്ലെങ്കിൽ അല്ലെ നമ്മളുടെ സീരീസിൽ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. സോ ഇവിടെ ഫസ്റ്റ് വൺ ആണ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് അല്ലെ ഈസ് എ ഗ്രാഫ് ഷോയിങ് ഓംസ് ലോ. ഓംസ് ലോനെ പ്രതിനിധീകരിക്കുന്ന ഗ്രാഫ് ഇതിൽ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. രണ്ട് ഗ്രാഫ് തന്നിട്ടുണ്ട്. എൻ്റെ മക്കളെ, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ഓംസ് ലോന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിൻ ആണെന്ന് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കി വെക്കണം. സോ ഇവിടെ V, ഇവിടെ I, ഇതാണ് എപ്പോഴും ഓംസ് ലോന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിന്റെ സ്ലോപ്പ് എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, റെസിസ്റ്റൻസ് ആണ് കിട്ടുക കേട്ടോ. അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. സോ ഫസ്റ്റ് വൺ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ വിചാരിക്കുന്നുണ്ട് ഞാൻ ആൻസർ പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് കേട്ടോ. അതാണ് ഇന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ നോക്കാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദി സിമ്പിൾ, റൈറ്റ് ദി നെയിം ഓഫ് ദി കമ്പോണന്റ് അല്ലേ. നമ്മളുടെ ആ ഒരു ചിത്രങ്ങൾ കുറേ സിമ്പിൾസ് തന്നിട്ടുണ്ട്, ആ ചിഹ്നങ്ങളുടെ പേരുകൾ എന്താണെന്ന് എഴുതി കൊടുക്കാനാണ്. ഫസ്റ്റ് വൺ നമുക്കറിയാം റെസിസ്റ്റൻസ് അല്ലേ, റെസിസ്റ്റൻസ് ആണ്, റെസിസ്റ്റൻസ് പ്രതിരോധം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, പ്രതിരോധം. നെക്സ്റ്റ് വൺ നോക്കിയോ, എന്താണ് റെസിസ്റ്റൻസിന് പിന്നെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട് അല്ലേ, ശ്രദ്ധിക്കണേ, അതാണ് റിയോസ്റ്റാറ്റ് എന്ന് പറയും. എന്താണ് റിയോസ്റ്റാറ്റ്. നോക്കിയേ നെക്സ്റ്റ് വൺ, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും, ദാറ്റ് ഇസ് സെല്ലാണ് കേട്ടോ, സെല്ല്. നെക്സ്റ്റ് വൺ നോക്കിയോ, എന്താണ് ഒരു റൗണ്ട് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു താ പോലെ ഒരു സാധനം ഉണ്ട് അല്ലേ, ദാറ്റ് ഇസ് ബൾബ്. എന്താണ് ബൾബ്, ശ്രദ്ധിക്കണം കേട്ടോ, ഇത് നിങ്ങളോട് ചോദിക്കാറുണ്ട്. സിമ്പിളാണ്, ഞാൻ വിചാരിക്കുന്നുണ്ട് ഇതിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ, കംപ്ലീറ്റ് ദ ടേബിൾ, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് A and B ആൻഡ് സ്റ്റേറ്റ് ദ ലോ ഹെൽപ്പ് യു ടു കംപ്ലീറ്റിംഗ് ദിസ് ടേബിൾ. ഓക്കെ അല്ലെ, ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിച്ച നിയമം ഏതെന്ന് എഴുതണം. പിന്നെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ, ടേബിൾ എന്താണ് മക്കളെ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് നോക്കിയോ അല്ലെ. 3 കോളം ഉണ്ട്, അതിൽ വോൾട്ടേജ് തന്നിട്ടുണ്ട്, കറണ്ട് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്, കറണ്ട് തന്നിട്ടുണ്ട്, പ്രതിരോധം തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നോക്കിയോ, ഫസ്റ്റ് വണ്ണിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കറണ്ടാണ്. സെക്കൻഡിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്, എന്താണ് റെസിസ്റ്റൻസ് ആണ്. നമുക്കറിയാം ഈ മൂന്നും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. എന്താണെടാ, V = IR അല്ലേ. IR വെജിറ്റേറിയൻ ആണെന്നുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ.
സോ ഫസ്റ്റിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? എ എന്താണ്? ഐ കണ്ടുപിടിക്കാൻ അല്ലെ, കറണ്ട് കണ്ടുപിടിക്കാൻ. സോ ഇക്വേഷനിൽ നിന്നും ഐ സമം എന്താണടാ? വി ബൈ ആർ. വി എത്രയാണടാ? വി എത്രയായിരുന്നു? 8. സോ 8/4 അല്ലെ, 8/4. ആർ സമം 4ആണ്. 8/4 സമം 2 എന്ന് മാത്രം എഴുതിയാൽ പോലെ 2 ആംപിയർ എന്ന് എന്ത് ചെയ്യണടാ? നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കണം. സോ വി ഗോട്ട് 2 ആംപിയർ. സിമ്പിളായിട്ട് കിട്ടിയല്ലേ. നെക്സ്റ്റ് നോക്കിയോ, എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ബി ആണ് അല്ലേ, റെസിസ്റ്റൻസ് ആർ ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ ഫ്രം ദിസ് ഇക്വേഷൻ നമുക്ക് കിട്ടും ആർ ഇസ് ഈക്വൽ ടു എന്താണടാ? വി ബൈ ഐ ആണ്. വി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 12 ആണ്. സോ 12 ഡിവൈഡഡ് ബൈ ഐ എത്രയാണടാ? നോക്കിയേ 3. സോ 12/3 സമം എത്രയാണടാ? 4. 4 എന്ന് മാത്രം എഴുതിയാൽ പോരാ, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് നമ്മളിവിടെ നിർബന്ധമായിട്ടും എഴുതണം. 4 ഓം എന്ന് നമുക്ക് എന്ത് കിട്ടും? കറക്റ്റ് ആൻസർ കിട്ടും. സോ 4 ഓം. ഓക്കെ, ഇങ്ങനെയാട്ടോ ഓം എന്ന് എഴുതാ, ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ, സെറ്റ്. അപ്പം അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ബി ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ദ ലോ ദാറ്റ് ഹെൽപ്പ് യു ഇൻ കംപ്ലീറ്റിംഗ് ദി ടേബിൾ അല്ലേ, പട്ടിക പൂർത്തിയാക്കാൻ സഹായിച്ച നിയമം പ്രസ്താവിക്കുക. നമുക്കറിയാം പട്ടിക പൂർത്തീകരിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ആണ് നമ്മളെ സഹായിച്ചത്. ദിസ് ഇസ് ഇക്വേഷൻ. ഇക്വേഷൻ ആരുടെ ഇക്വേഷനാ? ഓംസ് ലോയുടെ ഇക്വേഷൻ ആണ്. സോ ഓംസ് ലോ അല്ല, നിയമം എന്ന് പറയുന്നത് ഓംസ് ലോ, ഓം നിയമമാണ് നമ്മളെ ഇവിടെ സഹായിച്ചത്. എന്തായിരുന്നു ഓംസ് ലോ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കറന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് അല്ലേ, താപനില സ്ഥിരമായിരിക്കുന്ന സമയത്ത് കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജിന് നേരാനുപാതകത്തിലാണ് എന്നുള്ള നിയമമാണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കുന്നത്. സോ 1 മാർക്കാണ്. സോ നിയമം മാത്രം എഴുതി കൊടുത്താൽ മതി. സിമ്പിൾ അല്ലേ? എത്ര സിമ്പിളായിട്ടാ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് കറക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് വായിച്ചു നോക്കിയേ. വെൻ എ കണ്ടക്ടർ ഹാവിംഗ് ലെങ്ത് 2 മീറ്റർ ഈസ് കട്ട് അല്ലെ, കട്ട് ഈക്വലി ആൻഡ് കമ്പൈൻഡ് ടുഗെദർ. 2 മീറ്റർ നീളമുള്ള ഒരു ചാലകം, 2 മീറ്റർ നീളമുള്ള ഒരു ചാലകം 2 തുല്യ ഭാഗങ്ങളായി മുറിച്ച് ചേർത്ത് വെച്ച് ഛേദതല പരപ്പളവ് ഇരട്ടിയാക്കുന്നു അല്ലെ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇരട്ടിയാക്കുന്നു. 2 മീറ്റർ വലിപ്പം ഉണ്ടായിരുന്ന ഒരു ഇതാണ്, ഞാനത് എന്ത് ചെയ്തിട്ടുണ്ട്? മുറിച്ചിട്ട് എന്ത് ചെയ്യാണ്? രണ്ടും കൂടെ ചേർത്ത് വെക്കുന്നു. ഇപ്പം എന്താണ്? 1 മീറ്റർ ഉള്ളൂ അല്ലേ. അതായത് ലെങ്ത് എന്തായിട്ടുണ്ട്? L/2 ആയിട്ടുണ്ട് അല്ലേ, ലെങ്ത് L/2 ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുതിയ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, പുതിയ പ്രതിരോധവും അതിൻ്റെ റെസിസ്റ്റിവിറ്റിയും, പുതിയ പ്രതിരോധവും അതിൻ്റെ റെസിസ്റ്റിവിറ്റിയും കണ്ടുപിടിക്കാൻ നമ്മോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് മനസ്സിലായി അല്ലെ, മുറിക്കുന്നതിന് മുന്നേ അല്ലേ വലിയൊരു കയറായിരുന്നു, വലിയൊരു ചാലകമായിരുന്നു. എന്താണ്? എല്ലായിരുന്നു ലെങ്ത് അല്ലേ, എല്ലായിരുന്നു ലെങ്ത്. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് എന്തായിരുന്നടാ? അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലേ, ഛേദതല പരപ്പളവ് A ആയിരുന്നു അല്ലേ, ഇത്രയും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. R is equal to rho into L divided by A ആണ് അല്ലേ അതിൻ്റെ ഇക്വേഷൻ അല്ലേ, മുറിക്കുന്നതിന് മുന്നേ അല്ലേ, കട്ട് ചെയ്യുന്നത് ബിഫോർ കട്ടിങ് അല്ലേ, ബിഫോർ കട്ടിങ് ഇതാണ് അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ കട്ടിങ് അല്ലേ, ആഫ്റ്റർ കട്ടിങ് എന്തൊക്കെ മാറ്റിയിട്ടുണ്ട്? ആഫ്റ്റർ കട്ടിങ് എന്തൊക്കെ മാറി മക്കളെ? എന്തൊക്കെ മാറിയിട്ടുണ്ട്? ലെങ്ത് എന്തായിട്ടുണ്ട്? ലെങ്ത് ഇസ് ഈക്വൽ ടു എന്തായി? L/2 ആയിട്ടുണ്ട്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഛേദതല പരപ്പളവ് എന്തായിട്ടുണ്ട് മക്കളെ? 2A ആയിട്ടുണ്ട്. റെസിസ്റ്റിവിറ്റി മാറില്ല. കാരണം എന്താണ്? ഒരേ ചാലകത്തിന് ഒരേ മെറ്റീരിയലിനെയാണ് നമ്മളിത് മാറ്റുന്നത് അല്ലേ. ഒരു മെറ്റീരിയൽ എപ്പോഴും അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്തായിരിക്കും? സ്ഥിരമായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. സോ റെസിസ്റ്റിവിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും, കട്ട് ചെയ്താലും കട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഒക്കെ കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ന്യൂ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. R ന്യൂ കട്ട് ചെയ്തതിന് ശേഷം അല്ലേ. R ന്യൂ ഈക്വൽ ടു എന്താണെടാ? റോ ഇൻറ്റു എന്തായിരുന്നു നമ്മളെ ഇക്വേഷൻ? ലെങ്ത് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് അല്ലേ. ലെങ്ത് ഇവിടെ എത്രയാടാ? L/2. സോ L/2 ഡിവൈഡഡ് ബൈ ഏരിയ എന്താണ്? ഏരിയ 2A ആണ്, 2A. സോ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റോ ഇൻറ്റു അല്ലേ L divided by 4A നമുക്ക് എഴുതാൻ പറ്റില്ലേ. 2 താഴെയാണ് കിടക്കുന്നത്. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 1/4 ഇൻറ്റു റോ ഇൻറ്റു L/A. മക്കളെ, ഈ റോ ഇൻറ്റു L/A എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? ആദ്യം മുറിക്കുന്നതിന് മുന്നേ ഉള്ള റെസിസ്റ്റൻസ് ആണ് റോ ഇൻറ്റു L/A എന്ന് പറയുന്നത്. സോ R ന്യൂ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1/4 ഇൻറ്റു R ഓൾഡ് അല്ലേ, പഴയത്. സോ പുതിയ റെസിസ്റ്റൻസ് എന്തായിട്ടുണ്ട് അല്ലെ? പഴയതിൻ്റെ 4 മടങ്ങായിട്ട് എന്തുണ്ട്? കുറഞ്ഞിട്ടുണ്ട് അല്ലേ, 4 ആയിട്ട് കുറയുന്നു. ഓക്കെ, റെസിസ്റ്റിവിറ്റിക്ക് മാറ്റം ഉണ്ടോ? റെസിസ്റ്റിവിറ്റിക്ക് ഒരു മാറ്റവും വരില്ല. അപ്പം അങ്ങനെ വേണം നിങ്ങൾ എഴുതണം കേട്ടോ. അപ്പം മനസ്സിലായിക്കോളൂ അല്ലേ. പുതിയ റെസിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ 1/4 R
1/4 R അല്ലെ 4 കുറയാണ് ചെയ്യുന്നത്. റെസിസ്റ്റിവിറ്റിക്ക് ഒരിക്കലും ഒരു മാറ്റവും വരില്ല. കാരണം നമ്മൾ കട്ട് ചെയ്യുന്നത് ഒരേ മെറ്റീരിയലിനെയാണ്, ഒരേ മെറ്റലിനെയാണ്. മെറ്റൽ നമ്മൾ മാറ്റിയിട്ടില്ല അല്ലേ. ഒരു മെറ്റലിന് എപ്പോഴും റെസിസ്റ്റിവിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് കട്ട് ചെയ്യുക എന്ത് ചെയ്ത് കഴിഞ്ഞാലും നീന്നില്ല, അതിൽ മാറ്റം വരുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കട്ടോ. കട്ട് ചെയ്യുക അങ്ങനത്തെ ഒക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഓക്കെ, സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. റൈറ്റ് ഡൗൺ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. ഒരു ചാലകത്തിന്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എഴുതുക അല്ലെ. മൊത്തം 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ABCD അല്ലെ. ശ്രദ്ധിച്ച് എഴുതൂ കേട്ടോ. എന്നിട്ട് മാത്രം നിങ്ങൾ ഞാൻ പറയുന്ന ആൻസറിലോട്ട് നോക്കിയാൽ മതി. എപ്പോഴും ആലോചിക്കണം, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതൊക്കെ അല്ലെ എക്സാം എഴുതുന്നതും ഈ വീഡിയോ കാണുന്നതും ഒക്കെ. അപ്പോൾ അത് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക്. ഫസ്റ്റ് എന്തായിരുന്നു ക്വസ്റ്റ്യൻ? റൈറ്റ് ഡൗൺ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓൺ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെടാ മക്കളെ? നമുക്കറിയാം എന്തൊക്കെയായിരുന്നടാ? ലെങ്ത് അല്ലെ, നീളം എന്ത് ചെയ്യുന്നത് അതിനെ സ്വാധീനിക്കും. പിന്നെയോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഛേദതല പരപ്പളവ് അല്ലെ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സ്വാധീനിക്കും. പിന്നെയോ ഛേദതല പരപ്പളവ് പറഞ്ഞു. പിന്നെ എന്തായിരുന്നടാ? ടെമ്പറേച്ചർ, താപനില സ്വാധീനിക്കും. പിന്നെയോ നേച്ചർ ഓഫ് മെറ്റീരിയൽ അല്ലെ, പദാർത്ഥത്തിന്റെ സ്വഭാവം എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ സ്വാധീനിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ബി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയോ. ഹൗ ദീസ് ഫാക്ടേഴ്സ് അല്ലെ എനി ടു ആണ് ചോദിച്ചിട്ടുള്ളത്. അഫക്ട് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. ഇതിൽ ഏതെങ്കിലും 2 ഘടകങ്ങൾ റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ സിമ്പിളായിട്ട് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. ലെങ്ത് കൊടുക്കുക അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലെങ്ത് കൂടിയാൽ എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസ് കൂടും അല്ലെ. പിന്നെയോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. ഈ 2 കാര്യങ്ങൾ എഴുതി കൊടുക്കാൻ പറ്റില്ലേ. ഇതിനെ നമുക്ക് ഇക്വേഷനിൽ എങ്ങനെയാടാ നമ്മളെങ്ങനെയാ റിലേഷൻ വെച്ചിട്ട് എഴുതുക? എങ്ങനെയല്ലേ? R is proportional to L എന്നാണ്. ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും. ഇതിനെയോ ഓപ്പോസിറ്റ് ആണ് അല്ലേ. ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരെ നമ്മൾ എങ്ങനെ എഴുതുക? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, വിപരീതാനുപാതം എന്നൊക്കെ പറയില്ല. അത് നമുക്ക് 1/A എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്താണ് പഠിക്കണം. ഓക്കെ, അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിറൈവ് എൻ ഇക്വേഷൻ ഫോർ റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിക്ക് ഒരു സമവാക്യം രൂപീകരിക്കാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. റെസിസ്റ്റിവിറ്റിക്ക് സമവാക്യം രൂപീകരിക്കുക. ആദ്യം നമുക്ക് അറിയുന്നത് എഴുതി വെച്ചോടാ. റെസിസ്റ്റൻസിന്റെ കാര്യം നമുക്കറിയാം. R is proportional to L അല്ലേ. എന്താണ്? ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും. പിന്നെ എന്താണ്? R is ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു A. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാം. ഇതിനെ ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേർത്ത് L/A നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലെ. ഇനി പ്രൊപ്പോർഷണാലിറ്റി, ഈ ഒരു സാധനത്തിന് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം അല്ലെ? ഇക്വേഷൻ ആക്കി മാറ്റണമെങ്കിൽ ഒരു കോൺസ്റ്റന്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ ഇവിടുത്തെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. സോ ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി ആണ് അല്ലെ. റോ ഇങ്ങനെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുക ഇൻറ്റു L/A. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് റെസിസ്റ്റിവിറ്റിക്ക് ഇക്വേഷൻ ഉണ്ടാക്കാണ്. അപ്പൊ ആ റോ ഇസ് ഈക്വൽ ടു കൊടുക്കണം. റോ ഇസ് ഈക്വൽ ടു RA/L. ഓക്കെ, ഇത്രയും എഴുതി കൊടുത്താൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര സിമ്പിളാണ്. ഇതിൻ്റെ യൂണിറ്റ് അറിഞ്ഞിരുന്നോണ്ട് ഓം മീറ്റർ ആണ് കേട്ടോ റെസിസ്റ്റിവിറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിന് എപ്പോഴും സ്ഥിരമായിരിക്കും. ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്, എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് അല്ലേ. എത്ര സിമ്പിളാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ. ഈസിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? A conductor of 10 ohm resistance has length 4 meter and area of cross section 2 meter square. Find out the resistivity of the material of the conductor അല്ലേ. 10 ഓം പ്രതിരോധമുള്ള ഒരു ചാലകത്തിന്റെ നീളം എന്താണ്? 4 മീറ്റർ ആണ്. പരപ്പളവ് തന്നിട്ടുണ്ട് എത്രയാണ്? 2 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. റോ കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. റോ ഇസ് ഈക്വൽ ടു RA/L അല്ലെ. RA/L എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഇക്വേഷൻ നമ്മളിവിടെ യൂസ് ചെയ്താൽ മതി. R തന്നിട്ടുണ്ട്. R is equal to 10 ohm എന്നായിരുന്നു. L തന്നിട്ടുണ്ട്. L എന്നായിരുന്നടാ? 4 മീറ്റർ ആയിരുന്നു. A തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഛേദതല പരപ്പളവ് അല്ലെങ്കിൽ എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്രയായിരുന്നടാ? 2 മീറ്റർ സ്ക്വയർ ആയിരുന്നു. സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ നോക്കിക്കോ, 10 × 2 ഡിവൈഡഡ് ബൈ L എത്രയായിരുന്നടാ? 4 ആയിരുന്നു. 4. സോ എത്രയാണ്? 20/4. നമുക്കറിയാം 20നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്രയാണടാ കിട്ടുക? 5 എന്ന് മാത്രം എഴുതിയാൽ കൊടുത്താൽ പോരാ. 5 ഓം മീറ്റർ എന്ന് നമ്മൾ
ആൻസർ എഴുതി കൊടുക്കുന്നത്. സോ ഇത്ര എഴുതി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് 6 മാർക്ക് കയ്യിൽ അങ്ങോട്ട് കിട്ടും മക്കളെ, അല്ലേ? ഈസിയാണല്ലേ? ഈസിയാണ്. അപ്പോൾ എനിക്കറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിൻ്റെ കൂടെ ആരെങ്കിലും വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് എക്സാം എഴുതി നോക്കിയിട്ടുണ്ടോ, അല്ല ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ, ഇതൊക്കെ എനിക്ക് അറിയേണ്ടതുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ കുറച്ചെങ്കിലും നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഇതിൽ എഴുതി കൊടുക്കുക. സോ കൂടെ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് ഇനി ഇതുപോലെ ഏതെങ്കിലും ചാപ്റ്റേഴ്സിൻ്റെ എക്സാം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. ബൈ.